ഇച്ചായ അവരെ രണ്ടെണ്ണത്തിന് ഇങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ല. ഒരുത്തൻ കുറെ നേരെ നക്ഷത്രം എണ്ണി തീർത്തോണ്ടിരിക്ക, അവളാണെങ്കിലോ സുഖമായിട്ട് അവരുടെ മുറി കിടന്നുറങ്ങുക. ഇതിലിപ്പോ ഞാനെന്തോ ചെയ്യാനാ? എനിക്ക് ഉറക്കം വരുന്നുണ്ട്, ഞാനും കിടക്കാൻ പോവാ. ഓ, നിങ്ങളിത് ഇവിടുത്തെ ചേട്ടനാ? അവനോടൊന്ന് മുറിയിലേക്ക് പോകും പറ. ഇന്ന് അവരുടെ പേഴ്സണായിട്ട് അല്ലേ, കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. അയ്യേ, ഞാനവന്റെ ചേട്ടനല്ലേ, ഇതൊക്കെ എന്തിനാടി അവന് പറഞ്ഞു കൊടുക്കുക? ഓ, ഏത് നേരത്താണോ ഈ മരങ്ങോടന്റെ കൂടെ ഇറങ്ങി പോരാൻ തോന്നിയത്? ഞാൻ അതിനെ കുറിച്ചല്ല പറഞ്ഞേ. അവനിപ്പോ ഒന്ന് ഉപദേശിക്കണം, അത്രയല്ലേ നിനക്ക് വേണ്ടുള്ളൂ. അത് ഞാൻ ചെയ്തോളാം. ക്യാറ്റി, ക്യാറ്റി മോളെ ഒന്ന് എഴുന്നേക്ക്. നീ ഉറങ്ങുവാണോ? അല്ല, ഞാൻ അലക്കുമായിരുന്നു. ഇച്ചിരി കട അലക്കാനുണ്ടെങ്കിൽ അവിടെ വെച്ച് കഴിഞ്ഞിട്ട് പോക്കോ പ്ലീസ്. ഞാൻ കുറച്ചു നേരം കിടന്നോട്ടെ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഞാനതിന് നിന്നോട് കിടക്കണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. ഇവിടെ എഴുന്നേറ്റ് മുറി പോയി കിടക്ക്. അപ്പൊ ഞാൻ ഇത്തിരി നേരം അടുക്കളയിലാണോ വന്ന് കിടന്നേ? അല്ലല്ലോ, ഇതെന്റെ മുറിയല്ലേ? ആയിരുന്നു ഇന്നലെ വരെ. നിനക്ക് ഞാൻ ഇവിടുന്ന് ട്രാൻസ്ഫർ വന്നു. ഇന്ന് മുതല് നിനക്കും ആദിക്കും ഈ വീട്ടിൽ ഒരു മുറിയേ ഉള്ളൂ. ആ കടവയുടെ കൂടെ ഞാൻ പോയി കിടക്കണോ? എന്തിന്? നേരം വെളുക്കുമ്പോ ആരെങ്കിലും ഒരാളെ ജീവനോടെ കാണൂ. കടിച്ചു വീഴാൻ നിൽക്കുന്ന ഒരു കടവയായിട്ട് നീയൊക്കെ അവനെ കണ്ടിട്ടുള്ളൂ. എടി, ഒരാളെ കുറിച്ച് വിലയിരുത്തണമെങ്കിൽ അറ്റ്ലീസ്റ്റ് അയാളെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കണം. രണ്ടെണ്ണം ഈ വീട്ടിൽ താമസിക്കുന്നതെന്നല്ലാതെ പരസ്പരം വഴക്കുകൂടാതെ ഒന്ന് സംസാരിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നീ അവനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ച തീരാവുന്ന പ്രശ്നം നിങ്ങൾക്കിടയിലുള്ളൂ. അയ്യോ, ഞാനൊരു 2-6 കോപ്പി വാങ്ങി വെക്കുന്നുണ്ട്. എന്നിട്ട് ഓരോ ദിവസം അങ്ങയുടെ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് വെക്കാം. എന്താ, അത്രയ്ക്ക് മനസ്സിലാക്കിയാൽ മതിയോ? അവനൊരു പാവ. ഈ കാണുന്ന വാശിയൊക്കെ ഉള്ളൂ. ഒരു കടുവയായിട്ടൊന്നും കാണണ്ട. കുഞ്ഞു കട്ടുകൊണ്ട് അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. തക്കം കിട്ടിയ എന്നെ മാത്രം കടിക്കാനിരിക്കുന്ന ഒരു രാക്ഷസ കട്ടുറുമ്പ് അയാള്. ഈ പാതിരാത്രിക്ക് നിന്നോട് തർക്കിക്കാൻ ഞാനില്ല. രണ്ടുപേരും മനസ്സുകൊണ്ട് അംഗീകരിക്കാത്തൊരു വിവാഹമാണ് ഇതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്ന് വെച്ച് നിങ്ങളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച് ഞങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾ ജീവിച്ചു കാണണമെന്ന് ആഗ്രഹിച്ചൂടെ? ഒരു മുറിയിൽ ഒന്നിച്ച് കഴിയുമ്പോൾ രണ്ടാൾക്കും പരസ്പരം മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ ജീവിച്ചു തുടങ്ങിയാൽ മതി. എങ്ങാണ്ടോ പോയ പണിയായിരുന്നു വാങ്ങിച്ചത് ഞാനാ. ഇത്ര അനുഭവിക്കേണ്ടി വരുമെന്ന് വിചാരിച്ചേ ഇല്ല. അല്ലേലേ അങ്ങേർക്ക് എന്നെ കണ്ടൂടാ. ഇനി ഞാൻ അങ്ങോട്ട് പോയി കൊടുക്കണോ? നിന്നെ ഇപ്പൊ കൺവിൻസ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. പകരം നമുക്കൊരു ഡീല് വെച്ചാലോ? നമുക്കിടയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ഡീല്. പുറത്തു പോകണം, പഠിക്കണം, സെറ്റിൽ ആവണം എന്നൊക്കെ നിന്റെ ആഗ്രഹം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിനക്കെന്തെങ്കിലും പറ്റുമെന്നുള്ള പേടിയുണ്ട് അതിനൊന്നും സമ്മതിക്കാത്തെ. പഠിത്തം ഏതായാലും ഇപ്പൊ കഴിയാറായില്ലേ. ഇനി നിനക്ക് ഇഷ്ടമുള്ള എവിടെ വേണേലും പോയി നീ ജോലി ചെയ്തോ. അതിനുള്ള എല്ലാ സഹായവും ഞാൻ നിനക്ക് ചെയ്തു തരാം. സത്യമാണോ? അതെ. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇത്രയും നേരം നീ ഇവിടെ നിന്നു, ഇനിയും നിന്റെ ലൈഫിൽ 1 വർഷം കൂടെ നീ എനിക്ക് തരണം. ഈ വീട്ടില് അവന്റെ ഭാര്യയായിട്ട് 1 വർഷം കൂടെ നീ ജീവിക്കണം. അതിനുശേഷം നിനക്ക് ഇവിടുന്ന് പോണെന്നാണെങ്കിൽ നീ പൊക്കോ, ആരും തടയത്തില്ല. ആലോചിക്കാനൊന്നും സമയമില്ല. ഈ ഒരു ചോയ്സ് മാത്രമേ നിനക്കുള്ളൂ. അതെ, ഈ 1 വർഷം എന്നുള്ളത് വെട്ടിച്ചുരുക്കി ഒരു 6 മാസത്തേക്ക് ആക്കാൻ പറ്റുമോ? വെരി സോറി. നിനക്ക് അവനെ മനസ്സിലാക്കാൻ 6 മാസം ധാരാളമായിരിക്കും. അതിനുശേഷം നിനക്ക് അവന്റെ കൂടെ ജീവിക്കണം എന്ന് തോന്നിയാലോ? അതിനു വേണ്ടിയുള്ളതായി ബാക്കിയുള്ള 6 മാസം. തൽക്കാലം ഈ കാര്യം 3ാമതൊരാൾ അറിയണ്ട. ഇനി അങ്ങോട്ട് അവന് നീ ഏതെങ്കിലും ഒരു പെണ്ണല്ല. അവന്റെ ജീവിതത്തിന്റെ ഒരു പാതി ഇപ്പൊ നിനക്കുള്ളതാ. ആ ജീവിതം ഉള്ളം കയ്യിൽ കാത്തു സൂക്ഷിച്ചു വെക്കണോ അതോ ഫുട്ബോൾ പോലെ തട്ടിക്കളിക്കണോ എന്നൊക്കെ നിനക്ക് തീരുമാനിക്കാം. ഇപ്പൊ പറഞ്ഞ കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങേരെ ഞാൻ ഫുട്ബോൾ ഉരുട്ടുന്ന പോലെ തട്ടിക്കളിക്കാൻ തന്നെ തീരുമാനിച്ചു. നൗ ഇറ്റ്സ് മൈ ടേൺ. എന്നാ ഞാൻ എന്റെ കെട്ടിയവന്റെ മുറിയിലോട്ട് പോട്ടെ. നിങ്ങൾക്ക് ആദരാഞ്ജലി നേരട്ടെ. കാവടി തുള്ളിക്കൊണ്ടാണല്ലോ കർത്താവെ പോണേ. എന്താവോ എന്തോ. ചേട്ടന് എന്താ എന്നോട് നിങ്ങൾ പറയാനുണ്ടോ? കുറെ നേരമായല്ലോ മുഖത്തോട്ട് നോക്കി ഇരിക്കാൻ തുടങ്ങിയിട്ട്. നീ എന്താ ഉറങ്ങുന്നില്ലേ? ഉറക്കം വന്നില്ല. വരില്ല എന്നറിയാം. എടാ, നീ ഇന്ന് കാലത്ത് കണ്ട പെണ്ണൊന്നുമല്ലല്ലോ അവള്. നിന്റെ ഒക്കെ കൂടെ കളിച്ചു വളർന്നവളല്ലേ. നിനക്കറിയാലോ, ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് വിചാരിച്ച് തളർന്നിരുന്ന എന്റെ ഈ കൈ പിടിച്ച് എല്ലാത്തിനും കൂടെ നിന്നത് ജിനിയ. ചില സമയം ഒരു മുൻവിധിയും കൂടാതെ കടന്നു വരുന്ന ചില ബന്ധങ്ങൾക്ക് ആയുഷ്കാലം മുഴുവൻ ഓർമ്മിക്കാൻ പാകത്തിന് ഒരുപാട് സന്തോഷം തരാൻ സാധിക്കും. നീ ഇപ്പൊ ചിന്തിച്ചു കൂട്ടിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയട്ടെ. അവളെ നന്നായിട്ട് നോക്കാൻ പറ്റുമോ? നീ കാരണം അവൾ ഒരുപാട് അനുഭവിക്കേണ്ടി വരുമോ? ഇതൊക്കെയല്ലേ.
ഈ ജന്മം നിന്റെ കൂട്ടിനായി ദൈവം കരുതി വെച്ചതായിരിക്കും അവളെ. ഞങ്ങളൊക്കെ അതിനൊരു നിമിത്തമായി എന്ന് മാത്രം. വിവാഹം കഴിക്കാൻ നിർബന്ധിച്ച പോലെ ഒരുമിച്ച് ജീവിക്കണമെന്ന് വാശി പിടിക്കാൻ എനിക്ക് കഴിയില്ല. പക്ഷേ നിനക്കതിനൊന്ന് ശ്രമിച്ചൂടെ? ചില സമയത്ത് നിന്റെ ഈ സൈലൻസ് ഉണ്ടല്ലോ, അതെനിക്ക് എത്രമാത്രം ആശ്വാസം തരുന്നുണ്ടെന്ന് അറിയാമോ? എന്റെ മോൻ മാറി തുടങ്ങിയെന്നതിന്റെ തെളിവായിട്ടാ ഞാൻ അതിനെ കാണുന്നത്. നീ ചെല്ല്, അവള് നിനക്ക് വേണ്ടി മുറിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവള് എനിക്ക് വേണ്ടി? അല്ല, നിനക്ക് വേണ്ടിയെന്നല്ല, ഇന്നു മുതല് അവള് നിന്റെ മുറി കാണും. ഈ വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോ ഓരോ സാധനങ്ങള് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോകില്ലേ, അതുപോലെ ഇവിടെ ഒരു സുനാമി വന്നു, അതിന്റെ ഒഴുക്കപ്പെട്ട് അവള് നിന്റെ മുറിയിലെത്തി. അത്രേ ഉള്ളൂ. മുന്നേ പറഞ്ഞ ഉപദേശമൊക്കെ കൊള്ളായിരുന്നു, പക്ഷെ ഇപ്പൊ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, പോരാ. നീ ഇപ്പൊ എനിക്ക് മാർക്കിടാൻ നിൽക്കാതെ മുറിയിലേക്ക് ചെല്ലാൻ നോക്കൂ. നിന്നോടാരാന്റെ കട്ടിൽ കയറി കിടക്കാൻ പറഞ്ഞേ? അതെ, ഒരു ലോഡ് ഉപദേശം ചേട്ടന്റെ കയ്യിൽ നിന്ന് കേട്ടിട്ടാ താൻ ഇങ്ങോട്ട് കയറി വന്നെന്ന് മനസ്സിലായി. ഈ ചേച്ചിയുടെ വക എനിക്കുണ്ടായിരുന്നു. ഇനിയെങ്കിലും ഞാനൊന്ന് കിടന്നോട്ടെ. സോ പ്ലീസ് ശല്യം ചെയ്യരുത്. എന്റെ മുറി കയറി വന്ന് എന്നോട് ശല്യം ചെയ്യരുതെന്നോ? ഇറങ്ങി താഴെ കിടന്നേ. താഴെ കിടക്കാനോ? ഞാനോ? താൻ ആനക്കുട്ടിയൊന്നും അല്ലല്ലോ. ഇത് ഡബിൾ കോട്ട് വെട്ടിലല്ലേ. പല്ലുമായ കടവ് കുഞ്ഞിന് കിടക്കാൻ ഇതൊക്കെ ധാരാളാ. വേണമെങ്കിൽ ആ മൂലയിൽ എവിടെയെങ്കിലും കിടക്ക്. എന്റെ ക്ഷമയെ പരീക്ഷിക്കാൻ നിൽക്കരുത്. നിന്നോടാ പറഞ്ഞ് താഴെ ഇറങ്ങി കിടക്കാൻ. ഹോ, ഒരു ഭാവമാറ്റം ഇല്ലാതെ കിടക്കുന്ന കണ്ടില്ലേ? നിന്നെ എഴുന്നേപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അയ്യോ, നാട്ടുകാരെ ഓടി വരണേ, ഇയാളെ കയറി പിടിക്കുന്നേ. അതിന് ഞാൻ നിന്നൊന്നും തൊട്ടിട്ട് പോലില്ലല്ലോ. ആ, ഇത് തൊടാതിരിക്കാൻ വേണ്ടിയാ. ഓ, ഇവളെ ഇന്ന് ഞാൻ എഴുന്നേറ്റ് പോടി. അയ്യോ, ഓടി വരണേ ചേച്ചി. അയ്യോ, ഇയാളെ ഏതാണൊക്കെ ചെയ്യുന്നേ ചേച്ചി. അവരുടെ മുറിയിൽ എന്തൊക്കെയോ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ആ ഫസ്റ്റ് നൈറ്റ് ഒക്കെ അല്ലേ, അതൊക്കെ കാണും. നീ മിണ്ടാ കിടക്കാൻ നോക്ക്. ഓ, നീ അല്ലാണ്ട് അപ്പനെ വരെ പിടിച്ച് എഴുന്നേപ്പിക്കാൻ ഞാൻ ഒറ്റയ്ക്ക് മതി. എഴുന്നേക്കാൻ അപ്പനെ പറയുന്നോടാ പട്ടി. പട്ടിന്നോ? പട്ടി നിന്റെ അമ്മായച്ചൻ. അതേടോ, അത് തന്നെ പറഞ്ഞേ. ചായ, ഇതതിന്റെ ശത്രുവൊന്നുമല്ല. നിങ്ങൾ വന്നേ. ഇനിയും നിന്ന് അമ്മാണിയാരെ ചിലപ്പോ കൊലയാറയാവും. ഇതെന്തൊക്കെ കാണിച്ചുവിടുന്നേ? നോക്കിക്കൊണ്ട് നിൽക്കാതെ ചവിട്ടി തുറക്ക മനുഷ്യ. എന്താണ് ഇത്? നമ്മൾ ഇങ്ങോട്ട് കയറി വരാൻ പാടില്ലായിരുന്നു ചായ. രണ്ടെണ്ണം കൂടി തമ്മിൽ തല്ലി ചാവട്ടെ. തെറ്റായിപ്പോയി, വല്ലാത്ത തെറ്റായിപ്പോയി. നിന്നെയൊക്കെ ഉപദേശിച്ച് നന്നാക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ ഇതോടുകൂടി തീർന്നു. രണ്ടെണ്ണത്തിന് വഴക്കുണ്ടാക്കല്ലാതെ ഈ മുറിക്കകത്ത് വേറെ പണിയൊന്നുമില്ലല്ലോ. നേരം വെളുക്കുമ്പോഴേക്കും ഈ മുറി അടിച്ചു തെളിച്ച് വൃത്തിയാക്കിയിട്ടോണം. ഇല്ല, രണ്ടെണ്ണത്തിന് ചെവി പിടിച്ച് ഞാൻ വെളിയിൽ കളയും. പിന്നെ റോഡിൽ നിന്ന് നീയൊക്കെ അടിയുണ്ടാക്കേണ്ടി വരും. കേട്ടല്ലോ? നിങ്ങൾ ഇവിടെ എന്നാ നോക്കിക്കൊണ്ട് നിൽക്ക? നട്ട പാതിരയായി, കിടന്നുറങ്ങണ്ടേ? അവരെന്താന്ന് വെച്ചാ കാണിക്കട്ടെ. ഓ, കണി തന്നെ കെണിയാണല്ലോ. ഇവളിത് എന്ത് സർക്കസ് കാണിക്കുന്നേ? ഇനി എന്നെ പഞ്ഞിക്കിടാൻ പ്രാക്ടീസ് ചെയ്യാണോ? തിരിഞ്ഞിടന്ന് ഒന്നുകൂടി ഉറങ്ങാം, അതാവും നല്ലത്. നീ എന്താ നേരത്തെ എഴുന്നേറ്റോ? അതിന് ഉറങ്ങിയാലല്ലേ എഴുന്നേൽക്കേണ്ട കാര്യമുള്ളൂ. അടിച്ചുകളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് നേരം വെളുത്തു. പിന്നെ നേരെ ഇങ്ങോട്ട് കയറി. ചാര ചേച്ചി കുറച്ചു ദിവസത്തേക്കും കൂടി ലീവായിരിക്കുന്നു പറഞ്ഞു. ഇന്ന് ചെയ്യേണ്ട ജോലിയൊക്കെ ഞാൻ ചെയ്തു തീർത്തിട്ടുണ്ട്. ഇനി ഓടി നടന്ന് കാലിൽ നീര് വന്നാ നോക്കാൻ എന്നെ കിട്ടത്തില്ല. ഓ, ആയിക്കോട്ടെ കുട്ടി ഡോക്ടറെ. അല്ല, അവൻ എഴുന്നേറ്റില്ലേ? അങ്ങേറി കിടന്നോ കഴിച്ചോ എഴുന്നേറ്റോന്നൊക്കെ നോക്കലല്ലേ എന്റെ ജോലി. എനിക്കറിയാൻ പാടില്ല. ആ, നീ നോക്കണ്ട. അവൻ എഴുന്നേൽക്കാനുള്ള സമയമായി. നീ പോയി ഈ കാപ്പി അവന് കൊണ്ടുകൊടുക്ക്. കാപ്പിയാ? ഞാനാ? എനിക്ക് സ്ഥാനമോഹം ഒട്ടുമില്ല. ചേച്ചി എന്നെ കൊണ്ടുകൊടുത്താ മതി.
ഇത്രയും കാലം കൊണ്ടു കൊടുത്തത് ഞാൻ തന്നെ അല്ലായിരുന്നു. ഇപ്പൊ അവന് സ്വന്തമായിട്ട് സ്നേഹനിധിയായ ഒരു ഭാര്യയെ കിട്ടിയില്ലേ? ഇന്നു മുതല് അവന്റെ എല്ലാ കാര്യവും നീ നോക്കിയാ മതി. ഓഹോ, അപ്പൊ മനഃപൂർവ്വം എനിക്കിട്ട് പണിയാണല്ലേ? അതിലൊരു സംശയം വേണ്ട, കൺഫേംഡ്. നീ ചെല്ല്. അശ്വടാ, ഉറങ്ങുന്ന കാണാൻ എന്താ ചന്തം. കൊണ്ടുപോയി LKG-ലെങ്ങാനും ചേർത്താലോ? ദുഷ്ടൻ, കാല് മുറിക്കൊരു തൊഴു കൊടുക്കാനാ തോന്നുന്നത്. കാലമാടൻ. തൊഴിക്കാൻ കാല് വെക്കുന്നത് നിനക്ക് ഓർമ്മ കാണൂ. പിന്നെ ബോധം വരുമ്പോ മോർച്ചറിയിലായിരിക്കും. ഓ, എഴുന്നേറ്റായിരുന്നു. പിന്നെ ശവങ്ങളൊക്കെ ബോധം കെട്ടോണ്ടാണല്ലോ മോർച്ചറി കൊണ്ട് കിടത്തിയേക്കുന്നേ. ഇത് ഇവിടുത്തെ മണ്ടനാ. ചുമ്മാ കിടക്കുന്ന എന്നെ കയറി ചൊറിയുന്നത് എന്തിനാ? ഞാൻ ചൊറിയാനും മാതാനും കയറി വന്നതല്ല. രാവിലെ തന്നെ ചൂട് കാപ്പി മോന്തിയാലേ കിടക്കേന്ന് എഴുന്നേൽക്കത്തുള്ളൂ പറഞ്ഞു. അത് വരാൻ വേണ്ടി വന്നതാ. നിന്നോട് ഇതുമായിട്ട് വരാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. ഇച്ചേച്ചി താഴെയില്ലേ? അതെന്താ, ഞാൻ കൊണ്ടുവന്നാ തനിക്ക് കുടിക്കാൻ പറ്റില്ലേ? ഇല്ല, പറ്റില്ല. അതുകൊണ്ട് തന്നെ പറഞ്ഞു. വേണ്ട ഇയാൾ കുടിക്കണ്ട. ഈ പടിക്കെട്ടും കേറി ഈ കപ്പുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് കുടിക്കാൻ എനിക്കറിയാം. ഓ, എന്തൊരു നല്ല ചായ, കടുപ്പും മധുരവും. ഓ, ആ ഏലക്കയുടെ രുചി. ഞാൻ എന്റെ തന്നെ ഒരു ഫാൻ ആയിപ്പോയി. എന്തൊരു കൈപ്പുണ്യം. ഇതേ പിന്നെ തന്നോട് പല്ല് പോലും തേക്കാതെ ഈ കാപ്പി കൂടി ശീലിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിയേക്കണം. ഈ ചേച്ചി ജോലി ഇന്നലെ റിസൈൻ ചെയ്തു. എനിക്ക് തന്നെ പുറകെ നടക്കാൻ സമയമില്ല. എന്നാ ഞാൻ പോട്ടെ മിസ്റ്റർ ഹസ്ബൻഡ്. അയ്യോ എന്താ? അയ്യോ, ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ഇനി എന്താ പറഞ്ഞു തൊലക്കി? എ ബാഡ് മോർണിംഗ് മിസ്റ്റർ ഹസ്ബൻഡ്. ദോഷക്കാരൻ മാധവന് വിഷത്തിനാശ. എന്തെങ്കിലും ആവട്ടെ. ചേച്ചി, ഇതിനകത്തൊരു സൈൻ ചെയ്തു തരാവോ? സൈനോ? എന്തുവാടി, സ്വത്ത് മുഴുവൻ അടിച്ചെടുക്കാനാണോ? ഇപ്പോ അതിന്റെ ആവശ്യമില്ല. ഇത് നമ്മൾ തമ്മിലുള്ള കോൺട്രാക്ട് അഗ്രിമെന്റ് ഇല്ലേ, അതിന്റെയാ. നമുക്കിടയിൽ അതിന്റെ ആവശ്യമുണ്ടോ? വിശ്വാസം, അതല്ലേ എല്ലാം. ആവശ്യമുണ്ട്. ഇന്നലെ ഇന്നുമായിട്ട് എനിക്കിട്ട് ഓരോ പണി തന്നോണ്ടിരിക്കുമല്ലേ. ഇതൊരു സെക്യൂരിറ്റി, അത്രേ ഉള്ളൂ. ഞാൻ വായിച്ചു കളിപ്പിക്കാം. മിസ്സിസ് ഡെനി മെക്ടലിനും കാറ്ററിൻ രാംകുമാറും തമ്മിലുള്ള വിവാഹമോചന ഉടമ്പടി. മേൽ പറഞ്ഞ രണ്ടാമത്തെ കക്ഷിക്ക് ഒന്നാമത്തെ കക്ഷിയുടെ അനിയന്റെ ഭാര്യ എന്ന നിലയിൽ 1 വർഷത്തേക്ക് ടിയാന്റെ ജീവിതത്തിൽ. ടിയാനോ? അത് പൃഥ്വിരാജിന്റെ സിനിമയല്ലേ? ഈ മുദ്രപത്രത്തിലൊക്കെ അങ്ങനെ എഴുതാം. മിണ്ടാതെ കേക്ക്. ടിയാന്റെ ജീവിതത്തിൽ പൂർണ്ണ അധികാരവും അവകാശവും ഉണ്ടായിരിക്കും. കൃത്യം 1 വർഷം നീണ്ടു നിൽക്കുന്ന വിവാഹ ഉടമ്പടിയുടെ അവസാനത്തിൽ രണ്ടാമത്തെ കക്ഷിക്ക് താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാൻ അനുവാദം നൽകുമെന്ന് ഉറപ്പു നൽകുന്നു. ഒരു സൈൻ ചെയ്തേ. നീക്കെന്താടി ഇന്നലെ അവന്റെ കയ്യിൽ നിന്ന് തലക്കടി കിട്ടിയോ? ഏതോ സ്ക്രൂ ലൂസ് ആയിട്ടുണ്ടല്ലോ. ഇങ്ങോട്ട് താ. ഇനി സൈൻ ചെയ്തില്ലെന്ന് പരാതി വേണ്ട. അല്ല, ഇച്ചെന്തേ? അവൻ എഴുന്നേറ്റില്ലേ? കല്യാണം കഴിഞ്ഞതിന്റെ ക്ഷീണമാണെന്ന് പറഞ്ഞ് മടി പിടിച്ച് കിടക്കുക. ക്ഷീണം കാണുമല്ലോ. ഏതോ പെൺകൊച്ചിന്റെ പുറകെ ആയിരുന്നു. അവനില്ലയോനെ ഒരു അച്ചിലിട്ട ഉണ്ടാക്കിയേ. വളർന്നു വരുമ്പോ എന്താകും എന്തോ. അമ്മേ, ഇത് ഗ്ലാസ് വീണ് പൊട്ടിയല്ലോ. വീണതല്ല, എറിഞ്ഞ് പൊട്ടിച്ചതാ. ഈ വീട്ടിലാരെങ്കിലും അവനെ കുറിച്ചൊരു അക്ഷരം മിണ്ടിയ ഈ ഗ്ലാസ് പൊട്ടിയ പോലെ നിന്റെ ഒക്കെ തല ഇവിടെ കിടന്ന് പൊട്ടിച്ചിതറും. ഇച്ചെങ്ങാൻ അവനെ പോലെ തല തെറിച്ചു പോയാ അത് വെട്ടിയെടുത്ത് വേറൊന്ന് ഞാൻ ഫിറ്റ് ചെയ്യും. സബാഷ്. അല്ല, അപ്പൊ അവനെ നീ വീട്ടിൽ കേട്ടില്ലേ? കേട്ടില്ലെന്ന് പറഞ്ഞില്ലല്ലോ. അവളെ വേണ്ടെന്ന് വെച്ച് അവൻ മാത്രം ഇങ്ങോട്ട് വരുവാണെങ്കിൽ അവനിവിടെ നിൽക്കാം. പക്ഷെ 2 കാലും വെട്ടിയെടുത്ത് ഏതെങ്കിലും ഒരു മുറിയിൽ കൂട്ടിയിടും ഞാൻ. പിന്നെ എന്റെ പുറകെ തന്നെ നടക്കുമല്ലോ. കാല് വെട്ടിയെടുത്താ പിന്നെ ഇങ്ങനെ അവൻ നടക്കുക? അവൻ നടക്കണ്ട, കിടന്നഴഞ്ഞോളും. അല്ല പിന്നെ നിനക്ക് അവനോട് ദേഷ്യമൊന്നുമില്ലേ പെണ്ണെ? അത് ദേഷ്യമൊക്കെ ഉണ്ട്. ഇനി അവൻ ഈ കാണിച്ചു കൂട്ടിയതില് നിനക്കും വല്ല പങ്കുണ്ടോ? ഞാനോ? ഇത്തരം കേസുകളിലൊന്നും ഞാൻ കൂടെ നിൽക്കൂല. എനിക്കൊന്നും അറിഞ്ഞൂടാ. ഉണ്ടെന്നെങ്ങാനും ഞാൻ കേട്ടാ 2 ഒരേ പെട്ടിയിലാക്കി വല്ല ഷോക്കേസിൽ എടുത്തു വെക്കും ഞാൻ. ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. അതെ, എനിക്ക് കോളേജിൽ പോണം. ഞാൻ റെഡി ആവട്ടെ. എടി, കല്യാണം ഇന്നലെ കഴിഞ്ഞല്ലേ ഉള്ളൂ. ഇന്ന് എന്നെ കോളേജിൽ പോണോ? എന്നെ കെട്ടിയ ആള് രാവിലെ എഴുന്നേറ്റ് പോയി. ഇനി ഞാനിവിടെ ആരെ നോക്കിയിരിക്കാനാ? അവൻ പോയാ? അപ്പൊ ഇന്നലെ സംഭവിച്ചതിൽ അവന് കുറ്റബോധമുണ്ട്. ഇനി 2 ദിവസത്തേക്ക് എന്റെ മുന്നിലേക്കേ വരില്ല. അവനെന്നെ പേടിയാ. ഇവിടെ നിനക്ക് മാത്രമേ ഒരു വിലയില്ലാത്തുള്ളൂ.
ദാ ആദി, നീ ഉറങ്ങുവാണോ? എഴുന്നേക്ക്. അല്ലടാ, തലയും കുത്തി നിൽക്കുവാ. നിനക്കെന്താ കണ്ടൂടെ? ഞാൻ കുറച്ചു നേരം ഫോണിൽ കളിച്ചുകൊണ്ടിരുന്ന എന്നെ പറഞ്ഞ് കൊല്ലുമല്ലോ. ഇപ്പൊ നീ ഇവിടെ കിടന്ന് ഉറങ്ങുവാണല്ലേ? ആ പിശാച് ഇന്നലെ എന്നെ ഒരുപോലെ കണ്ണടയ്ക്കാൻ സമ്മതിച്ചിട്ടില്ല. ഇപ്പൊ നല്ല ക്ഷീണുണ്ട്. ഏയ്, അപ്പൊ അവള് കാണുന്ന പോലെ നല്ലല്ലേ? എങ്ങനാടാ, ഭയങ്കര ഓപ്പോസിറ്റി ആണോ? ആണോന്നോ? ഞാനൊന്നും അവൾക്കൊരേ അല്ല. മോനെ ആദി, ഈ സന്ദർഭത്തിൽ ചോദിക്കാൻ പാടുണ്ടോന്ന് അറിയില്ല. എന്നാലും എൻ്റെ ഒരു ക്യൂരിയോസിറ്റി കാരണം ചോദിച്ചു പോവാ. എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് നൈറ്റ് എക്സ്പീരിയൻസ്? നിനക്കെന്തും എന്നോട് തുറന്നു പറയാം. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എനിക്ക് തിരുത്തി തരാലോ. അപ്പൊ ഇന്നലെ എന്താ ഉണ്ടായതെന്ന് നിനക്ക് അറിയണല്ലേ? വാ, എഴുന്നേക്ക്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടെങ്കിലും ഇങ്ങോട്ട് മാറിയിരിക്കാം, അല്ലെങ്കിൽ ആൾക്കാർ തെറ്റിദ്ധരിക്കും. മാറിയിരിക്കാനോ? എന്തിന്? തിയറി ക്ലാസ് കൊണ്ട് നിനക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പ്രാക്ടിക്കൽ തന്നെ എടുത്തുതരാം. അയ്യേ, അത് വേണ്ട. എന്റെ കണ്ണികത്തും ഞാൻ അങ്ങനെ ഒരാണിന്റെ മുന്നിൽ അടിയറവ് വെക്കില്ല. നീ തിയറി ക്ലാസ് എടുത്താൽ മതി. പറയടാ. എന്നാലും ഇരിക്കെ, ഞാനെല്ലാം പറയാം. ഇന്നലെ ഞാൻ രാത്രി ഇങ്ങനെ നിലാവ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ചേട്ടൻ കയറി വന്നു. എന്നിട്ട് അങ്ങേരും കുറെ നേരം നിലാവ് നോക്കിക്കൊണ്ട് നിന്നു. എനിക്കതൊന്നും വേണ്ട. മുറിയിലേക്ക് എത്തിയിട്ട് അതിനുശേഷമുള്ളത് പറ. ശരി, ആ ഭാഗം സ്കിപ്പ്. എന്നിട്ട് ഞാൻ പതിയെ എൻ്റെ മുറിയിലേക്ക് നടന്നു. അവൾ ഉറങ്ങിക്കാണുമെന്ന് വിചാരിച്ച് ശബ്ദം ഉണ്ടാക്കാതെ ഞാൻ ഡോറ് തുറന്നു. അപ്പൊ അതവിടെ വലിയൊരു ടിസ്റ്റ്. അവൾ ഉറങ്ങാതെ നിന്നെ തന്നെ നോക്കിയിരിക്കുക, അല്ല കിടക്കുമായിരുന്നു. ശരിയല്ലേ? അതെ, അവൾ എനിക്ക് വേണ്ടി തന്നെ ഇരിക്കുകയായിരുന്നു. നമ്മൾ ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു. എന്നിട്ട് ഞാൻ പതിയെ എൻ്റെ കട്ടിലിനടുത്തേക്ക് ചെന്നു. കുറച്ചു സമയം അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കിയിരുന്നു. എനിക്ക് വയ്യ, കേട്ടിട്ട് തന്നെ കൊതിയാവുന്നു. എന്തൊരു റൊമാൻറ്റിക് അന്തരീക്ഷം. എന്നിട്ട് എന്നെ ഡാനി നിന്നോട് പറയാന്ന് വെച്ചാ, അവള് കാലത്ത് നിന്ന് കോൺക്രീറ്റ് തിന്നുന്നത് തോന്നേ. ആ കട്ടിലിന്ന് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ഞാൻ പെട്ടൊരു പാട്. എന്തൊക്കെ ചെയ്തിട്ട് ഒരു ഇഞ്ച് പോലും അവൾ അനങ്ങിയില്ല. ഒഴുക്കം പിടിവലിയായി, വാക്കുതർക്കമായി, അടിപിടിയായി. ഇച്ചേച്ചി ചേട്ടന് വന്നതുകൊണ്ട് മാനഹാനി സംഭവിച്ചില്ല. അയ്യേ, നിന്നെയൊക്കെ എന്തിനു കൊള്ളാടാ? പോയി ചാവ്. ഇതാ പറഞ്ഞ് എറിയാൻ അറിയുന്നവന്റെ കയ്യിൽ വടി കൊടുക്കണമെന്ന്. അവന്റെ ഒടുക്കത്തൊരു കഥനടാ, വേസ്റ്റ്. അല്ല, നിനക്കിന്ന് ക്ലാസ്സിലൊന്നും കേറണ്ടേ? ഉറങ്ങാനായിരുന്നെങ്കിൽ ഇങ്ങോട്ട് വരണമായിരുന്നു. കാലമാട് ഇന്നലെ ഒരുപാട് കണ്ണടയ്ക്കാൻ സമ്മതിച്ചിട്ടില്ല. വീട്ടിലിരുന്ന് ഒരു സ്വസ്ഥതയും കിട്ടില്ല. അതാ ഞാൻ ഇങ്ങോട്ട് വന്നേ. വല്യളിയും വിചാരിച്ച പോലെ ഒന്നും അല്ലല്ലോ. കൊട്ടേഷൻ കൊടുക്കേണ്ടി വരുമോ? എന്തിന്? നീ എന്റെ അനിയത്തിയാ. എങ്ങനെ നിന്നോട് ഇത് പറയണ്ടെന്ന് അറിയില്ല. അളിയൻ നിന്റെ അനുവാദം ഇല്ലാതെ എന്തെങ്കിലും കുസൃതി കാണിക്കുകയാണെങ്കിൽ പറയാൻ പഠിക്കണ്ട. പഞ്ഞിക്കിടാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്യാം. അവൻ നിന്നെ എങ്ങാനും വിളിച്ചായിരുന്നോ? ഇതുവരെ വിളിച്ചിട്ടില്ല. എങ്ങനെ വിളിക്കാനാ? ഇപ്പൊ മറ്റവളെ കിട്ടിയില്ലേ, ഇനി നമ്മളൊന്നും വേണ്ടി വരില്ല. അത് പറഞ്ഞപ്പോ ഇവിടെ ഒരുത്തിയുടെ മുഖം വാടിയത് കണ്ടില്ലേ? എന്തൊരു അസൂയടി നിനക്ക്. എനിക്കെന്തിനു അസൂയ? നീ നോക്കിക്കോ. നിന്നെ ഒന്നും വിളിച്ചില്ലെങ്കിലും അവൻ എന്നെ വിളിക്കും. തോണ്ടിക്കൊണ്ടിരിക്കുകയാണല്ലേ? എടാ ആദി, ബെഞ്ചം സാർ വന്നിട്ടുണ്ട്. ചേട്ടനോ? അങ്ങേരുടെ അടുത്തുണ്ട്. എവിടെയാടാ നീയൊക്കെ എന്റെ മോൾ ഒളിപ്പിച്ച് വെച്ചേക്കുന്നത്? അവൻ നിങ്ങളെയൊക്കെ പറ്റിച്ച പോലെ തന്നെ ഞങ്ങളെ ചതിക്കുമായിരുന്നു. എവിടെയാണെന്ന് അറിഞ്ഞൂടാ. ഇനിയും നീയൊക്കെ പറയുന്നത് ഞാൻ വിശ്വസിക്കണല്ലേ? വിശ്വസിച്ചേ പറ്റൂ. അവൻ എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല. നീയായിട്ട് തന്നെ അവൻ എന്റെ മുന്നിലേക്ക് ഇട്ട് തരികയാണെങ്കിൽ ജീവനെങ്കിലും ബാക്കി വെക്കും. ഞാനായിട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ അറിയാലോ, വെട്ടി നുറുക്കും. അവൻ ഞങ്ങളുടെ അനിയനാ. ചെയ്ത തെറ്റിന് ശിക്ഷ കൊടുക്കാൻ ഞങ്ങൾക്കറിയാം. അവളും കൂടി അറിഞ്ഞോണ്ടല്ലേ, അല്ലാതെ അത് തട്ടിക്കൊണ്ട് പോയതൊന്നല്ലോ. അവന്റെ പുറകെ പോവാൻ ഞാൻ ആളെ വിട്ടിട്ടുണ്ട്. ഇനി നീയൊക്കെ അവനെ കാണണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഇപ്പോ പെട്രോളും കത്തിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നത് നിന്നെയൊക്കെ ശരിക്കൊന്ന് കാണാനാ. ഐ വാണ്ട് മൈ ഷെയർ ബാക്ക്. പ്ലീസ്, പേഴ്സണൽ ഇഷ്യൂസ് കമ്പനിയുമായി കൂട്ടിക്കലർത്തരുത്. കൂട്ടിക്കലർത്തനോ കുടിക്കണം എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. എനിക്ക് വേണ്ടത് ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കൊടുത്തേക്ക് ചേട്ടായി. ഇവിടെയുള്ളവരൊക്കെ അധ്വാനിക്കാൻ ഒരു മടിയില്ലാത്ത ആളുകളാ. അതുകൊണ്ട് തന്നെ ഇയാളുടെ ഔദാര്യം ഇനി നമുക്ക് വേണ്ട. നിന്റെ ആവേശം കൊള്ളാം. ഇത്രയും ധൈര്യം നിന്റെ ചേട്ടൻ ഇല്ലാതായി പോയി. ഡോക്യുമെന്റ്സ് ഒക്കെ കറക്റ്റാ. ഇനി എനിക്ക് തരാനുള്ള കാശ് അതെപ്പോ കിട്ടും? 6 months. അതിനുള്ളിൽ തന്നെ തീർത്തോളാം. ഐ അഗ്രീഡ്. 6 മാസം അത് ഇവനുള്ള സമയമല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിന്റെ ധൈര്യം അതിനു വേണ്ടിയാ. 6 മാസത്തെ സമയം എനിക്ക് ധാരാളാ.
ഈ കമ്പനി കുളം തോണ്ടി നിന്റെ ഈ ധൈര്യം ചോർന്നൊലിച്ച് നീയൊക്കെ എന്റെ കാൽച്ചുവട്ടിൽ തന്നെ വന്ന് വീഴും. ഡോ, തനിക്ക് തരാനുള്ളതൊക്കെ തരാന്ന് പറഞ്ഞില്ലേ? പഞ്ച് ഡയലോഗൊക്കെ കഴിഞ്ഞു. എഴുന്നേറ്റ് പോയേ. നീ എന്ത് കണ്ടിട്ടാണ് അങ്ങയോട് ഡയലോഗ് അടിച്ചേ? പിന്നല്ലാതെ ഈ സീനിൽ ഞാൻ ഇത്ര നേരം ഊമയായിരുന്നില്ലേ? അതെങ്കിലും പറയട്ടെ എന്ന് വിചാരിച്ചു. അങ്ങേര് പോയപ്പോ നോക്കിയ നോട്ടം അത്ര ശരിയല്ല. നീ ഒന്ന് സൂക്ഷിച്ചോ. ആദി, അവനും അവളും എവിടെയാണെന്ന് നീ ഒന്ന് അന്വേഷിക്കേ. പിന്നെ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും ജെനി അറിയണ്ട. അവരെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല, അന്വേഷിച്ചോണ്ടിരിക്ക. അവനെ കിട്ടിയ അവളുടെ മുന്നിലിട്ട് തന്നെ തീർത്തേക്ക്. എന്നിട്ട് അവളെയും കൂട്ടി വന്നാ മതി. ഇതുവരെ പോയിട്ടില്ല. ഇനി നിനക്ക് വല്ല പണിയും തരാൻ പ്ലാൻ ചെയ്യുമായിരിക്കുമോ? കർത്താവേദേ, അയാൾ ആളെയും കൂട്ടി വന്നേക്കുന്നു. എടാ, ഇറങ്ങി ഓടണോ? ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യായിരുന്നു. അകത്തെ മീറ്റിംഗ് കഴിഞ്ഞു. ഇനി നമ്മൾ തമ്മിൽ ചെറിയൊരു പേഴ്സണൽ മീറ്റിംഗ്. നിന്റെ വൈഫിന് സുഖല്ലേ? ഏതായാലും കൊള്ളാം. അനിയന് ഭാര്യയായി തിരഞ്ഞെടുത്തവളെ ചുമക്കേണ്ട അവസ്ഥ. അവളല്ലേലും ധൈര്യശാലിയാ, നിനക്ക് ചേരുന്നവളാ. പക്ഷെ എന്റെ വീട്ടിൽ കയറി വന്നത് അധിപതിയായി പോയി. ദാ അവള് കൊണ്ടുവന്ന ഇൻവിറ്റേഷൻ ഇത് തിരിച്ചേൽപ്പിക്കാനാ ഞാൻ ഇവിടെ കാത്തു നിന്നേ. നിന്നെ തൊട്ടാ നിനക്ക് വേദനിക്കില്ലെന്ന് അറിയാം. ഈ വെല്ലുവിളിച്ചോണ്ട് പക വീട്ടാൻ എനിക്കൊരു ഹര. നീ അവളൊന്ന് സൂക്ഷിച്ചോ. ഒരു കോഴിക്കുഞ്ഞിനെ റാഞ്ചുന്നത് പോലെ നിന്റെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ അവളെ പൊക്കും. അയാൾക്ക് എന്താ പ്രാന്തായ? എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയേ? അവൾ എന്തിനാ അയാളുടെ വീട്ടിൽ പോയേ? നീ ആ കാര്യം വന്നേ നോക്കട്ടെ. ഇതിനകത്തൊരു എഴുത്തുണ്ടല്ലോ. നാളെ കൃത്യം 2 മണിക്ക് ഞാൻ വീടിന് പുറത്ത് കാണും, ഇറങ്ങി വന്നാണ്. ഇവളവന് തൂതുമായിട്ട് പോയതാ. കൊള്ളാലോ. ഇതങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. ചേട്ടന് ഇപ്പൊ തന്നെ അറിയിക്കണം. നിക്ക്, അതിന് തന്നെ. ഇപ്പോ ഈ കാര്യം എല്ലാവരും അറിഞ്ഞെന്ന് വെച്ച് ഞാൻ അവിടെ കഴുത്തി കെട്ടിയ താലി അഴിച്ചു വെപ്പിക്കാനൊന്നും ആരും മുതിരില്ല. ഇതെന്റെ തുറപ്പ് ചേട്ടാ. എനിക്ക് ആവശ്യം വരുമ്പോ മാത്രം ഞാനിത് ഉപയോഗിച്ചോളാം. പിന്നെ മൂന്നാമതൊരാൾ നിന്റെ വായന്ന് ഇത് അറിഞ്ഞെന്ന് ഞാൻ കേട്ടാ. എന്റെ വായ തുന്നിക്കെട്ടുന്നല്ലേ അറിയാം. നീയും നിന്റെ കെട്ടുകൾ എന്താന്ന് വെച്ചായിക്കോ. എടാ, അവള് കാഞ്ഞ വിത്ത. എന്തായിരുന്നു ഒതുക്കത്തെ അഭിനയം, കരച്ചിലും പിഴിച്ചിലും. നീ സൂക്ഷിച്ചോ. അറിയാതെ പോലെ അതിന്റെ മുന്നിലൊന്നും കുനിയാൻ നിൽക്കണ്ട. കിഡ്നി വരെ അടിച്ചോണ്ട് പോകും. അവളെ ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം.